ഒരു അഗ്രികൾച്ചർ കോഴ്സിന് അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണം? അഗ്രികൾച്ചർ എന്ന് പറയുമ്പോൾ അഗ്രികൾച്ചർ എന്ന് പറയുന്നത് ഒരു കോഴ്സാണ്. അതുകൂടാതെ അഗ്രികൾച്ചർ കോഴ്സുകൾ പഠിപ്പിക്കുന്ന യൂണിവേഴ്സിറ്റികളിൽ വിവിധ കോഴ്സുകളുണ്ട്. ഈ കോഴ്സുകളിലേക്കൊക്കെ അഡ്മിഷൻ കിട്ടാൻ ഞാൻ എന്ത് ചെയ്യണമെന്നും കൂടെ ചിന്തിക്കുന്നത് നല്ലതാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എഴുതേണ്ട വിവിധ പരീക്ഷകളുണ്ട്. അതിലൊരു പരീക്ഷയാണ് CUET എക്സാമിനേഷൻ, മറ്റൊന്നാണ് നീറ്റ് എക്സാമിനേഷൻ, മറ്റൊന്ന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ട എക്സാമിനേഷനാണ് കീം ആപ്ലിക്കേഷൻ. അപ്പോൾ ഇതെല്ലാം വേണോ? തീർച്ചയായിട്ടും വേണം. എന്താണ് ഇതിൻ്റെയൊക്കെ വ്യത്യാസം? CUET എക്സാമിനേഷൻ എഴുതിയാൽ ഇന്ത്യ മുഴുവനുള്ള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെ 15% സീറ്റിലേക്കാണ് നമുക്ക് അഡ്മിഷൻ ലഭിക്കുക. അതെന്താണ്? അതായത് ഏത് ക്യാമ്പസുകളിലേക്കും 2 തരം സീറ്റുകളുണ്ട്. ഒന്ന് ഓൾ ഇന്ത്യ കോട്ട സീറ്റുകളും മറ്റൊന്ന് സ്റ്റേറ്റ് കോട്ട സീറ്റുകളും. ഈ ഓൾ ഇന്ത്യ കോട്ട സീറ്റുകൾ എന്ന് പറയുന്നത് 15% ആണ്. കേരളത്തിലെ ഒരു അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി എടുത്താൽ അവിടെയും 15% ഏതാണ്? ഓൾ ഇന്ത്യ കോട്ട സീറ്റാണ്. ഈ ഓൾ ഇന്ത്യ കോട്ട സീറ്റ് ഫില്ല് ചെയ്യുന്ന ആരാണ്? അത് CUETയുടെ എക്സാമിനേഷൻ വെച്ച് സെൻട്രൽ പാറ്റേണിലാണ് ഫില്ല് ചെയ്യുക. ഇനി ബാക്കി വരുന്ന 85% സീറ്റ് അത് കേരളത്തിൽ നിന്ന് മാത്രമല്ല, എല്ലാ സ്റ്റേറ്റുകളുടെയും 85% സീറ്റ് അതാത് സ്റ്റേറ്റുകളാണ് ഫില്ല് ചെയ്യുന്നത്. അതിന് നാം എന്ത് ചെയ്യണം? കേരളത്തിലാണെങ്കിൽ കീം വഴി രജിസ്റ്റർ ചെയ്യണം. അതേപോലെ ഓരോ സ്റ്റേറ്റിലെയും 85% സീറ്റിലേക്ക് നമുക്ക് എലിജിബിലിറ്റി നേടാൻ അതാത് സ്റ്റേറ്റ് വഴി നമുക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ CUET എഴുതി കഴിഞ്ഞാൽ എല്ലാ അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റികളുടെയും 15% സീറ്റിലേക്കാണ് എലിജിബിലിറ്റി ലഭിക്കുന്നത്. അപ്പോൾ പിന്നെ നീറ്റ് എഴുതുന്നത് എന്തിനാണ്? നീറ്റ് വഴിയാണ് ഓരോ സ്റ്റേറ്റിൻ്റെയും അതാത് 85% സീറ്റ്, അതാത് സ്റ്റേറ്റിലെ 85% സീറ്റിലേക്കുള്ള എലിജിബിലിറ്റി ലഭിക്കുക. അതിനുശേഷം ആ എലിജിബിലിറ്റി വെച്ച് അതാത് സ്റ്റേറ്റിൽ അപ്ലൈ ചെയ്യണം. കേരളത്തിലാണെങ്കിൽ കേരള എൻട്രൻസ് കമ്മീഷന്റെ സൈറ്റിലൂടെ കീമിൽ ആപ്ലിക്കേഷൻ കൊടുത്താൽ മാത്രമാണ് കേരളത്തിലെ 85% അഗ്രികൾച്ചർ വിവിധ കോഴ്സുകളിലേക്ക് അഡ്മിഷൻ ലഭിക്കുക. അപ്പം നമ്മൾ മനസ്സിലാക്കി, അഗ്രികൾച്ചർ എന്ന സെക്ടറിലെ കോഴ്സുകൾ അല്ലെങ്കിൽ അഗ്രികൾച്ചർ കോഴ്സ് അഡ്മിഷൻ കിട്ടാൻ നമുക്ക് CUET എക്സാമിനേഷൻ എഴുതാം. അതിലൂടെ 15% സീറ്റുകൾ സെൻട്രൽ സീറ്റുകൾ, ബാക്കി വരുന്ന 85% സീറ്റിൽ അഡ്മിഷൻ ലഭിക്കാൻ നീറ്റ് എക്സാമിനേഷൻ എഴുതണം, കീമിൻ്റെ എലിജിബിലിറ്റി നേടണം, ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യണം. സ്റ്റഡി വെൽ, എൻജോയ് യുവർ ഫ്യൂച്ചർ. ഓൾ ദ ബെസ്റ്റ്.